സ്കൂൾ സമയമാറ്റം. പിന്നെ സമയം വേറെ കണ്ടെത്താമെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് എല്ലാവർക്കും വേറെ സമയങ്ങൾ കണ്ടെത്താമല്ലോ. പിന്നെ നമ്മൾ സമയം കണ്ടെത്താമെന്ന് പറഞ്ഞാൽ ആകെ 24 മണിക്കൂറുള്ളൂ. അതിപ്പോൾ എങ്ങനെ വേറെ സമയം കണ്ടെത്താമെന്ന് പറഞ്ഞത്? പിന്നെ അതിന് മറുപടികളൊക്കെ മാന്യമായി പറയണം. ആര് പറയുകയാണെങ്കിലും, മനസ്സിലായില്ലേ? ആര് സമരം ചെയ്തിട്ടും കാര്യമില്ല, എന്തും അംഗീകരിക്കില്ല എന്നൊക്കെ പലർക്കും പറയാമല്ലോ. അത് ശരിയല്ല. ആ ശൈലി ശരിയല്ല എന്ന് മാത്രം. വന്നാൽ ഞങ്ങൾ തയ്യാറാണ്. ചർച്ചയ്ക്ക് വിളിക്കട്ടെ. ചർച്ചയ്ക്ക് വിളിക്കാണല്ലോ. അത് വലിയൊരു സമൂഹത്തിൻ്റെ ആവശ്യമല്ലേ കേരളത്തിലെ. ഏതെങ്കിലും ഒരു സമുദായത്തിന് വേണ്ടി തീരുമാനം എടുക്കാനാവില്ല എന്നാണ് ശിവൻകുട്ടി മിനിസ്റ്റർ പറഞ്ഞത്. സമുദായങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കാൻ തന്നെയല്ലേ ഇവിടെ മന്ത്രിസഭ എന്നൊക്കെ പറയണത്, ഭരണം എന്നൊക്കെ പറഞ്ഞത്. സമുദായങ്ങളല്ലേ വോട്ടും ചെയ്യണത്. അവഗണിക്കപ്പെട്ടു എന്ന് നമുക്ക് തോന്നുന്നില്ല. പക്ഷേ മന്ത്രിയുടെ മറുപടി, മന്ത്രിനെ നമ്മൾ മുഖ്യമന്ത്രിക്കാണ് ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. അയാളാണ് പറയേണ്ടത്. മന്ത്രി പറയേണ്ട ആവശ്യമില്ല. മന്ത്രി പറയട്ടെ, പറയാതിരിക്കട്ടെ. ആണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മനസ്സിലായില്ലേ? ഒന്ന് ചർച്ചയ്ക്ക് വിളിച്ചൂടെ? വലിയ സമൂഹമല്ലേ, അങ്ങനെ അവഗണിക്കാൻ പറ്റുമോ? അല്ല, അത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളോട് ചോദിച്ചിട്ട് അവരോടല്ലേ ചോദിക്കേണ്ടത്. ഇല്ല, ഞങ്ങൾക്ക് തോന്നുന്നില്ല അവഗണിക്കപ്പെട്ടു എന്നുള്ളത്. ഞങ്ങൾ നിവേദനം നൽകി, ഞങ്ങൾ മുഖ്യമന്ത്രിക്കല്ല നിവേദനം നൽകിയത്. അയാൾ മറുപടി കണ്ടില്ലല്ലോ. ചർച്ചയ്ക്ക് അയാൾ പഠിച്ചല്ലോ, അയാൾ പോയേ. ഒരു സമുദായത്തിന്റെ മാത്രം പ്രശ്നം. ഞാൻ പറഞ്ഞത് കോടതിയുടെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. ബഹുമാനപ്പെട്ട കോടതിയാണ് ഈ സമയം നിശ്ചയിച്ചിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ധിക്കാരപരമായ ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല. ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം കോടതി പറഞ്ഞതിനപ്പുറമായിട്ട് എനിക്കൊന്നും പറഞ്ഞില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അതല്ലാതെ ചർച്ച ഇല്ല എന്ന് പറഞ്ഞു. ഏത് നിമിഷം വേണോ സമസ്തയ്ക്കോ പിന്നെ ഏത് സംഘടനയ്ക്കോ ചർച്ച നടത്തുന്നതിന് വേണ്ടി ഞാൻ തയ്യാറാണ്. അവരേത് നിമിഷം ഏത് സമയം വേണമെന്നവർ പറഞ്ഞാൽ മാത്രം മതി. ഞാൻ സൂചിപ്പിച്ചത് കോടതി വിധിയുടെ മേലൊരു ചർച്ചയ്ക്ക് യാതൊരു സാധ്യതയില്ല എന്നാണ്. മറ്റൊരു കാര്യം കൂടെ അവർ പറയുന്നുണ്ട്, മറ്റ് മദ്രസാ പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് സർക്കാരിനെതിരെ സമരം ശക്തമാക്കാനാണ്. അതൊക്കെ ജനാധിപത്യ സംവിധാനത്തിൽ ഏത് സംഘടനയ്ക്ക് അധികാരമുണ്ട്. സമരം ചെയ്യാനും പ്രതിഷേധിക്കാൻ അധികാരമുണ്ട്. ആ രൂപത്തിൽ തന്നെ കണ്ടാൽ മതിയാണ്. ഒരു കാര്യം കൂടെ, ഇപ്പോൾ സ്കൂളിലെ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർക്കാൻ കോടതി കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനെന്തെങ്കിലും തീരുമാനം? ഇപ്പോൾ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവും കേരളത്തിലെ സ്കൂളുകളിലില്ല. സുരക്ഷയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിയ ശേഷമാണ് സ്കൂൾ ആരംഭിക്കുന്നത്. അതില്ലാതെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ 2 പ്രാവശ്യം യോഗം വിളിച്ചു ചേർത്ത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ്. സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷ മാത്രമല്ല മറ്റെല്ലാ സുരക്ഷയെ സംബന്ധിച്ചും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി അവശേഷിക്കുന്ന എന്തെങ്കിലും സുരക്ഷയുണ്ട്, ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചാൽ ആ സുരക്ഷയെ നടപ്പിലാക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കും.